എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കുമൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ മുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചിക്കി വറുത്തെടുക്കണം. ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതേ കടായിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചനാദാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചനാദാൽ നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ആണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഉണക്കമുളകാണ് ഞാനിപ്പോൾ ചേർത്തത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും 1 സവാളയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് വേവിച്ച ബാസ്മതി റൈസാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പിട്ട് വേവിച്ച ചോറാണിത്. ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, പച്ചരി വെച്ചിട്ടാണെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷമാണ് ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കളറൊക്കെ ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിപ്പോൾ നാരങ്ങ നീര് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ടിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കി വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയാകും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്